കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാനുണ്ട് എന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്നുള്ളത് പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് അതിന് വിരുദ്ധമായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. ആൾ കൂടി 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 വരണമെന്ന് പലരും ചിന്തിക്കുന്നു. നല്ല കാര്യമാണ്. ആളെ കൂടുതൽ കൂട്ടി നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ആർക്കാ എതിർപ്പ്? പക്ഷെ അതൊന്നും നടക്കത്തില്ല. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ലെന്ന് പറഞ്ഞ പോലെ ആൾ കൂടുന്നതുകൊണ്ട് ആത്മീയം വർദ്ധിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റി. ആൾ കൂടുന്നെങ്കിൽ ഭൗതികം വർദ്ധിക്കും എന്നുള്ളത് ശരി, ആത്മീകം വർദ്ധിക്കണം എന്നില്ല. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ 50 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ കൂട്ടി ഈ പ്രാർത്ഥന നടത്തുന്ന എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളെയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും നിത്യതയിൽ ദൈവജനത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നവരല്ല. അതാരും ചെയ്യുന്നില്ല. അവർ ഈ ലോകത്തിൽ അവരുടെ കസേര ഉറപ്പിക്കുവാൻ, അവരുടെ ഫൈനാൻഷ്യൽ ഗ്രിപ്പ് കൂട്ടിയെടുക്കുവാൻ, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിച്ച് സുഖലോലുപന്മാരായി ജീവിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് സുവിശേഷ വേലക്കാരിൽ ബഹുഭൂരിപക്ഷവും. ഏറിയ പങ്കും എല്ലാവരുമല്ല. 3 തരം, അതും ലേലം ഉറപ്പിച്ചിരിക്കുക. ബഹുഭൂരിപക്ഷം ആ നിലയിൽ പോയിക്കൊണ്ടിരിക്കും. അവർ പറയുന്ന ഉപദേശങ്ങളും അവരുടെ രീതികളും അവരുടെ ആരാധനാ രീതികളും അവരുടെ വചന പ്രഘോഷണങ്ങളും അവരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചെപ്പടി വിദ്യകളും എല്ലാം ഞാൻ കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ മനസ്സിലാക്കി ആ തെറ്റുകളെ തിരുത്താൻ വേണ്ടി ദൈവവചനത്തിലൂടെ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. ഹല്ലേലൂയ. ആത്മീയ കൂടിവരവുകൾ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടൊരു നീരസം ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടതുകൊണ്ട്. എന്നാൽ പിന്നീട് കാലത്തിൻ്റെ കടന്നുപോക്കിൽ അത് മനസ്സിലായി. താൻ പറയുന്നത് 100% ശരിയാണെന്ന് മനസ്സിലായി. കാരണം അനുഭവമാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചുരുക്കം പേര്, 2-3 പേരാണ് ദൈവസന്നിധിയിൽ ഏറ്റവും കോറം താഴ്ത്തി വെച്ചിരിക്കുന്നത്. അത് കർത്താവാണ്. പൊളിറ്റിക്സിൽ അതില്ല, ഇന്നത്തെ ആത്മീയ കൂടിവരവുകളിൽ അതില്ല. 2-3 എന്നുള്ളത് 2000-3000 വേണമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും. കുറേ ആളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി സർക്കസ് കാണിച്ചിങ്ങനെ നടക്കാം. സർക്കസ് കൂടാരങ്ങളായി ഇന്നത്തെ ആത്മീയ പ്രസ്ഥാനങ്ങൾ അധപ്പതിച്ചു ജീർണിച്ചു പോയി എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. സർക്കസ് കൂടാരങ്ങളായിപ്പോയി. ഞാൻ സാധാരണ പറയാറുള്ള പദങ്ങൾ കല്യാണം കഴിക്കാനും, പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാനും, പിന്നെ കുഴിച്ചിടാനും, മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാനും, പിന്നെ അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ആത്മീയ കൂട്ടായ്മകളേറെ. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകലയാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിനാണ് അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചതും പ്രവർത്തിച്ചതും യത്നിച്ചതും. ഇന്ന് അതിനൊക്കെ ആദരാജ്ഞലി അതൊക്കെ പോയി, നഷ്ടമായി. ആ ലക്ഷ്യത്തിൽ നിന്ന് നഷ്ടമായി. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കായീനോട് ദൈവം പറയുന്നു, അവൻ്റെ സഹോദരനെ കൊന്നതുകൊണ്ട് നീ ഉഴന്ന് നടക്കുന്നവനായി തീരുമെന്നൊരു ഭാഗം പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നീ ഭൂമിയിൽ ഉഴന്ന് നടക്കുന്നവനായി തീരും. എന്താ കാര്യം? ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി. ദൈവപ്രമാണത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി. അവൻ അരുതാത്തത് ചെയ്തു.
അവൻ പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിച്ചു. സ്തോത്രം. കൊല്ലാനും ഉപദ്രവിക്കാനൊന്നും വചനത്തിൽ ആർക്കും വ്യവസ്ഥയില്ല. അത് ദൈവത്തിന് പരിധിപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ഞാൻ മാനവജാതിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ, ഇന്ന് ഉഴന്നു നടക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ നയങ്ങളും പ്രവൃത്തികളുമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീക പോർക്കളത്തിലെ ഒരു പോരാളിയാണ് നാം ഉഴന്ന് നടക്കേണ്ടവരല്ല. എന്നാൽ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യത പ്രാപിച്ചെടുക്കുവാൻ വെമ്പലോടെ ആയിരിക്കേണ്ടവരാണ്. ഈ ഭൂമിയിലെ ജീവിതം എപ്പോഴും സന്തോഷകരമായ ജീവിതം തന്നെയാണ് നമുക്കുള്ളത്. ഞാനത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പഠിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 6:10 എന്താ അവരവിടെ പറയുന്നത്? പൗലോസ് എന്താ പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. 9-ഉം 10-ഉം കൂടി ചേർത്ത് വേണമെങ്കിൽ വായിക്കാം. 2 കൊരിന്ത്യർ 6:9-10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ഉണ്ടോ? ഇതാൻ്റെ കാര്യം. അവർ ദരിദ്രരാണ്, അവർ ദുഃഖിതരാണ്, പക്ഷെ സന്തോഷമുള്ളവരാണ്. അവർ ദരിദ്രരാണ്, പക്ഷെ പലരെയും സമ്പന്നരാകും. അപ്പോൾ അവരുടെ സമൃദ്ധി എന്താ? ആത്മീയ സമൃദ്ധി. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കാം. 9, അത് കഴിഞ്ഞ് 11, 12 വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം. ഇതൊക്കെ ബാലപാഠങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ആ ആ ആ എണ്ണിക്കൊള്ളട്ടെ. ആ ആ ഇനി 11 വാക്യം. 4:11. ഈ നാഴിക വരെ വിശന്നു ദാഹിച്ചു ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും ഇരിക്കുന്നു. സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കും, ആശീർവദിക്കും. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ഇന്ന് വരെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. മതി. ഇന്നത്തെ ശിഷ്യന്മാരിങ്ങനെയാണോ? അല്ല. അവരൊക്കെ സെലിബ്രിറ്റികളായി മാറി. സിനിമാ ഫീൽഡിലെ സെലിബ്രിറ്റികൾ, സ്പോർട്സിലെ സെലിബ്രിറ്റികൾ, വലിയ വലിയ പേരെടുത്ത ആൾക്കാർ. നമ്മുടെ ഇന്ത്യ ടീം, ഈ 2020 ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യ ജയിച്ചല്ലോ. സഞ്ജു സാംസണാണ് അതിൻ്റെ ധീര പോരാളി എന്നൊക്കെ പറയപ്പെടുന്നു. അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നു. അദ്ദേഹം അടിച്ച റൺസിലാണ് ഇന്ത്യയുടെ വിജയമെന്ന് പറയപ്പെടുന്നു. ഞാനൊന്നും കണ്ടില്ലെങ്കിലും പത്രദ്വാരയും ന്യൂസിലൂടെയൊക്കെ കണ്ട വാർത്ത അനുസരിച്ചാണ് ഞാനത് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞൊരു പ്രസ്താവന എന്നെ ഞെട്ടിച്ചു. മൂലക്കല്ലാണെന്ന് സഞ്ജു സാംസൺ. ഞാനിങ്ങനെയുള്ള ഈ പോഷത്വങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്? എടാ, കർത്താവായ യേശുക്രിസ്തുവിനെയാണ് മൂലക്കല്ലായിട്ട് പത്രോസ് പ്രസംഗിച്ചു വെച്ചത്. ഒരു ക്രിക്കറ്റിൽ 10 റണ്ണ് കിട്ടി ഒരു വലിയ ജയം നേടിയപ്പോൾ സഞ്ജു സാംസൺ മൂലക്കല്ലായിരുന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ദൈവം അവനെ മാനിച്ചു. ആ തള്ളിക്കളഞ്ഞെന്നുള്ള നിലയിൽ ഒരു ആശയം അതിൽ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, എല്ലാവരും ത്യജിച്ചും തിരസ്കരിച്ചും വിട്ടിരുന്ന ഞങ്ങളുടെ സഞ്ജു റൺസ് അടിച്ച് വിജയം നേടിയെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് ദൈവം ആണ് അവരെ കൊണ്ട് റൺസ് അടിപ്പിച്ചതും വിജയം നേടിയും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആത്മീകമായ ബാലിശ്യമാണ്. ആ വാക്കുകൾ എല്ലാവർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കുന്നവരും അതിനനുസരിച്ച് ഓശാന പാടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. അല്ല, നമ്മൾ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെ വെറും പൊട്ടത്തരങ്ങളും പോഷത്വങ്ങളും അവിവേകങ്ങളും ശൈശവമായ വാക്കുകളുമാണെന്ന് മനസ്സിലാക്കണം.
ഒരു വർഷം മുമ്പാങ്ങാണ്ട് ഒരു ലേഡി ഇതേപോലെ, ഒരു ബോംബെക്കാരി പെണ്ണ്, അവൾ ഹിന്ദിക്കാരിയാണ്, അവളുടെ ബാറ്റിങ്ങിൽ മികച്ച റൺസ് നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ജയിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞ വാദ്യം ഇതാണ്: ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു വചനം തന്നു. എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ വാക്യം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആഞ്ഞു വീശി നല്ല റൺസ് കിട്ടി, ഞങ്ങളുടെ ടീം ജയിച്ചു. അപ്പോൾ ദൈവം ഞങ്ങളെ ജയിപ്പിച്ചു. എൻ്റെ ദൈവമക്കളെ, ഇതൊക്കെ വെറും ബാലിശങ്ങളാണ്. ഇതിന് ഓശാന പാടുന്ന പാസ്റ്റർമാരുണ്ടെന്ന് പറയുമ്പോൾ ആത്മീയ ഗോളത്തിൽ നമ്മൾ ലജ്ജിക്കണം, നമ്മുടെ തല താഴ്ത്തണം. ഇതൊക്കെ ലോകത്തിലെ കാര്യങ്ങളല്ലേ? ഇത് വേദപുസ്തകത്തിലെ വിഷയങ്ങളുമായിട്ട് എന്തിനാ ബന്ധിപ്പിക്കുന്നേ? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൻ്റെ അല്ലുപരാകരുത്. ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലൊരു വാക്യം പറയാം: മനുഷ്യന്റെ മുൻപാകെ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പാകുന്നു. ലോക മനുഷ്യരുടെ മുൻപിൽ ഉന്നതമായ ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ ദൈവത്തിൻ്റെ കൊണ്ടുവന്നാൽ അവനൊരു പോഷനാണ്. അതൊക്കെ ഒരു സ്പോർട്സായിട്ട് കണ്ടുകൊള്ളുക, അത് ആത്മീയമായിട്ടിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അത് ഈ പാസ്റ്റർമാർ, ഈ സുബോധം നഷ്ടപ്പെട്ട പാസ്റ്റർമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ബാലിശമായി ചിന്തിക്കുന്ന വിശ്വാസികൾ പോലും എന്ത് ചെയ്യുന്നു? അതിലങ്ങ് അടിമപ്പെട്ടു പോവുക. ഇന്നത്തെ ഞങ്ങളുടെ വചനധ്യാനം ഗലാത്യ ലേഖനമാണ്. ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ജനത്തെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ശക്തമായ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ജനത്തെ അടിമനുഖത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവരെ. ജയിച്ചു കഴിഞ്ഞപ്പോൾ തലയിൽ കൈവച്ച് പാസ്റ്റർമാരും അച്ഛന്മാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത വിജയമാണ് എന്ന് പറഞ്ഞ് അവരാഘോഷിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ അരിയിൽ കൂടി പോയവരാണോ ഇവരെന്ന് ചിന്തിച്ചു പോവുകയാണ്. നമുക്ക് യോഹന്നാൻ്റെ 1-ാം ലേഖനം എടുക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം. ജയമെന്നുള്ളതിനെ കുറിച്ച് യോഹന്നാൻ പഠിപ്പിക്കുന്ന ആ ഭാഗം നമുക്കൊന്ന് പഠിച്ചു നോക്കാമല്ലോ. യോഹന്നാൻ്റെ 1-ാം ലേഖനം വേദപുസ്തകത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് ഇന്ന് ഭൂമി നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. പ്രിയമുള്ളവരെ, സ്വത്രം ഹല്ലേലൂയ. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ സ്തോത്രം, എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ ജയമെന്നുള്ളത് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയകരമായൊരു ക്രിസ്തു ജീവിതം നയിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ജയകരമായൊരു ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ജയം കിട്ടിയാൽ അതൊരു വലിയ ജയമായിട്ട് ആഘോഷിക്കുന്നത് വചനവുമായിട്ട് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിശ്വാസികളും ശുശ്രൂഷകന്മാരുമാണെന്ന് ഞാൻ തീർത്തും പറഞ്ഞു വയ്ക്കുക. ലോകത്തെ ജയിക്കുക, ജഡത്തെ ജയിക്കുക, പിശാചിനെ ജയിക്കുക, അതാണ് യഥാർത്ഥ ജയം. അല്ലാത്തതൊക്കെ വെറും പരാജയമാണ്. ഒരു ക്രിക്കറ്റ് കളി ജയിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിംസ് ജയിക്കുന്നതോ അതൊരു ജയമായിട്ട് നമ്മൾ കണ്ടിട്ട് അത് വേദപുസ്തകത്തിലൂടെ എടുത്ത് ദൈവം ജയിപ്പിച്ചു, ദൈവം റൺസ് അടിപ്പിച്ചു, ദൈവം അതിനുള്ള ശക്തി നൽകി എന്നൊക്കെ പറഞ്ഞാൽ ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന മറ്റ്
ആത്മീയ യാഥാർത്ഥ്യങ്ങൾക്ക് സ്വത്രം യാതൊരു വിലയുമില്ലാതാകും. അതാരും മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. സുബോധം നഷ്ടപ്പെട്ട പാസ്റ്റർമാരാണ് ഇന്ന് ലോകത്തിൽ നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. ഒന്ന്, അവർ പുസ്തകം കയ്യിലെടുത്തിരിക്കുന്നത് കാശുണ്ടാക്കാനാണ്. ഒന്ന്, പുസ്തകം കയ്യിലെടുത്തിരിക്കുന്നത് കസേരയ്ക്ക് വേണ്ടിയാണ്. പിന്നെ പുസ്തകം കയ്യിലെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൽ കിടന്ന് കളിക്കാനാണ്. അല്ല, നിത്യതയ്ക്ക് വേണ്ടി ആ ജനത്തെ ഒരുക്കാൻ വേണ്ടി അല്ല ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നായ എന്നുള്ളത് പട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, പാസ്റ്റർമാരെ കുറിച്ചാണ് പറയുന്നത്. വചനമെടുത്ത് പ്രസംഗിക്കുന്ന ശൂഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ, ഈ 3 ഗ്രൂപ്പ് സ്വൈരമായി വിരഹിച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവരുടെ ശുശ്രൂഷയിൽ ജനം ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വിടുതൽ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഡെലിവറൻസ് മീറ്റിങ്ങിന് എന്തിനാണ് വെച്ചേക്കുന്നത്? ഈ ബന്ധിക്കപ്പെട്ടതിന് വേണ്ടിയുള്ള മീറ്റിംഗാണ്. ഞങ്ങൾ അതിനുവേണ്ടി പോകാറില്ല. ഞങ്ങളൊന്നും ഞങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രല്ല. ആരെങ്കിലും ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നെങ്കിൽ ചിന്തിച്ചോണം, അവർ സാത്താനാലും അല്ലെങ്കിൽ വിവിധ നിലയിലും ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് ഈ ഡെലിവറൻസ് മീറ്റിങ്ങിന് പോകുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ പിശാചിനാൽ തകർക്കപ്പെട്ട മനുഷ്യനെ തൻ്റെ രക്തം കൊടുത്ത് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു, വീണ്ടെടുത്തു, രക്ഷിച്ചു, സ്വതന്ത്രനാക്കി. ക്രിസ്തുയേശുവിലൂടെ വീണ്ടെടുത്തു, ക്രിസ്തുയേശുവിലൂടെ ദത്തെടുത്തു, ക്രിസ്തുയേശുവിലൂടെ ആത്മരക്ഷ നൽകി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? ദൈവം അവനെ വിടുവിച്ചു. അപ്പൊ ഇനിയും ശാപം ഉണ്ടെന്ന് പറഞ്ഞ് ശാപം മുറിക്കാൻ നടക്കുന്ന ഈ വിവരദോഷികളെ കുറിച്ച് എന്താ നമ്മൾ പഠിക്കേണ്ടത്? ആ വചനത്തിൻ്റെ യാതൊരു ഗ്രാഹ്യവും അവർക്കില്ല. ഈ വിവരദോഷികളെന്ന് പറഞ്ഞാൽ അത് ഒരു അതിശോക്തിയല്ല. കർത്താവും യോഹന്നാൻ സ്നാപകനും ന്യായപ്രമാണം അനുവർത്തിച്ച് ജീവിക്കേണ്ട യഹൂദന്മാരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. അതിലും വലിയ വിളിയൊന്നും അല്ലത്. പാമ്പിൻ്റെ മക്കളെ എന്ന് വിളിച്ചു, സാത്താൻ്റെ സന്തതികളെ എന്ന് വിളിച്ചു. നമ്മൾ അത്രത്തോളം വിളിക്കുന്നില്ല. നമ്മളത് അങ്ങനെ പറയാനും പാടില്ല പുതിയ നിയമത്തിൽ. അതുകൊണ്ട് ഈ വിവരക്കേടുകൾ, ഈ വിവരദോഷത്തിനൊന്നും നമ്മൾ ചെവി കൊടുക്കരുത്. ഈ ഊതിയിടലും ഉന്തിയിടലും കൊലപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും ശാപം മുറിക്കലൊക്കെ പുതിയ നിയമ വചന വ്യവസ്ഥയനുസരിച്ച് തെറ്റാണ്, പാപമാണ്, ശാപമേൽക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ ഞാൻ പഠിച്ചു നോക്കിയിട്ടുണ്ട്. അവരെല്ലാം ശാപത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ്. അവർക്കൊരിക്കലും ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും ഒരു നല്ല വിശ്വാസിയായി, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയും. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരാരുടെയെങ്കിലും ഷാഡോയിൽ ഇങ്ങനെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം നിലനിൽപ്പ് അവർക്കില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്കറിയത്തില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അബദ്ധചടിലമായ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കാൻ നമ്മൾ ജയാളികളാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മൾ ജയാളികളായി തീർന്നു. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. ആ അവസ്ഥയിലാണെങ്കിൽ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും സന്ധിയില്ലാ സമരം ചെയ്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജയാളികൾ. അല്ലാത്തവരാണെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട് കിടക്കുന്നവരാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഗൾഫ് യുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക. കൊടുമ്പിരി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എവിടെ നോക്കിയാലും തീയാണ്, തീ. ഒരു മിസൈൽ വന്ന് വീണ് കഴിയുമ്പോൾ ഭയങ്കര തീജ്വാലയാണ്. ഞാനിങ്ങനെ ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ, ഇതിൻ്റെയൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോൾ പെട്ടെന്ന് പത്രോസ് പറഞ്ഞ വാക്യത്തിലേക്ക് എൻ്റെ ചിന്ത പോയത്. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുക. അതിൻ്റെ ഒരു ഡെമോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വലിയ അഗ്നിപ്രളയത്തിലേക്ക് ഈ ലോകം പോകാൻ പോവുക. എപ്പോഴാണ്? കർത്താവ് ഒന്ന് സഭയെടുത്ത് 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞ് യേശുക്രിസ്തുവും തൻ്റെ ദൈവമക്കളുമായിട്ടുള്ള 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഈ ഭൂമിയെ ദൈവം തീക്കിരയാക്കി കൊടുക്കാൻ പോവുക.
അതിൻ്റെ ഒരു ഡെമോയാണ് നമ്മളിപ്പോൾ ഇറാനിലും അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്ന തീജ്വാലകൾ അതിൻ്റെ ഒരു മുന്നോടിയാണെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. ഇപ്പൊ ചില രാജ്യങ്ങളോ ചില സ്ഥലങ്ങളാണ് കത്തുന്നത്, എന്നാൽ ഈ ഭൂമി മുഴുവൻ കത്തി അമരുമെന്ന് കർത്താവിൻ്റെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വേണമെങ്കിൽ നമുക്കതൊന്ന് വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം ഒന്ന് എടുത്തോട്ടെ. ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയില്ലെങ്കിൽ സ്തോത്രം, അതുകൊണ്ട് വലിയ വിശേഷമില്ല. കാരണം വേദപുസ്തകം വായിച്ചു പഠിക്കുന്ന വിശ്വാസികളിൽ നിന്ന് വളരെ കുറവാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട് മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. അതിൻ്റെ 10-ാം വാക്യം, സ്തോത്രം, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വന്ന ആകാശം കൊടുമുഴുക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയുകയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടൊഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഒരേ ക്ലിയർ ആയില്ലേ സംഭവം? ക്ലിയർ കട്ടായിട്ട് പറയുന്നില്ല. ഈ യുദ്ധങ്ങൾ ഒരു വലിയ അഗ്നിപ്രളയത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഇപ്പൊ നടക്കുന്ന യുദ്ധമല്ല, ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾ. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. 3ാമത് ലോകമഹായുദ്ധത്തിന് വേണ്ടിയാണ് 2023 ഇസ്രയേലിൻ്റെ ഉള്ളിലേക്ക് കയറി ഹമാസും ഹൂതികളും അതുപോലെ ഹിസ്ബുള്ള എല്ലാം കൂടി ചേർന്ന് ഒരു ഭീകരമായ ആക്രമണം ഇസ്രയേലിനെതിരെ അഴിച്ചുവിട്ടത്. അന്ന് മുതൽ ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്രയേലിന് ആര് തൊട്ടാലും അവർ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാന്തി കൊടുത്താൽ അവർ മാന്തി പൊളിക്കുന്ന സ്വഭാവം അവരുടേത്. അത് വേദപുസ്തകം വായിച്ച് പഠിക്കണം സഹോദരങ്ങളെ, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈയിടയ്ക്ക് ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു പ്രസ്താവന നടത്തിയത് ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കാനിടയായി. അദ്ദേഹം നല്ലൊരു മുസ്ലിം പണ്ഡിതൻ, വിവരമുള്ളവനാണ്, സുബോധമുള്ളവനാണ്. അപ്പോൾ ബാക്കി ആർക്കും ഇല്ലെന്ന് തന്നെ സാരം, അല്ലാന്ന് വേറെന്താ, ഉണ്ടെങ്കിൽ ഈ യുദ്ധത്തിനൊന്നും ഇറങ്ങി തിരിക്കത്തില്ല. അദ്ദേഹം പറയുക, യെരുശലേം എന്നുള്ളത് ദൈവം ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തതാ. ഞമ്മൻ്റെ ആൾക്കാർ അതിനുവേണ്ടി നീ എന്തിനാ കിടന്ന് കടിപിടി കൂടുന്നത്? എടാ, അത് ദൈവം ഇസ്രയേലിന് കൊടുത്തതാ. അത് ഇസ്ഹാക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണത്. അതിനുവേണ്ടി നമ്മൾ കിടന്ന് കടിപിടി കൂടണ്ട. അത് ദൈവം കൊടുത്തതാണ്. അത് നമുക്ക് കടിപിടിച്ചു കൂടിയാൽ നമുക്ക് കിട്ടത്തുമില്ല. നമ്മൾ തല്ലി നമ്മൾ ചാകാമെന്നല്ലാതെ ഒരു വിശേഷവുമില്ല. അതുകൊണ്ട് നമുക്ക് എത്ര വിവേകത്തോടെ പറയുന്ന ഒരു മനുഷ്യൻ. തലയൊക്കെ അല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വസ്ത്രമൊക്കെ ഒരു യഥാർത്ഥ മുസ്ലിം പണ്ഡിതൻ്റെ വസ്ത്രമൊക്കെയാണ്. പക്ഷേ പറയുന്നത് പക്ക കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കിടന്ന് വെറുതെ അവരോട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. കാരണം അവർ ദൈവത്തിൻ്റെ ജനമാണെന്നും ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണെന്നും അവർ പാപം ചെയ്തത് കൊണ്ട്, തെറ്റ് ചെയ്തുകൊണ്ട്, മഷിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ ലോകത്തിൽ പലായനം ചെയ്യേണ്ടി വന്നതെന്നും അടിമകളായി 160 രാഷ്ട്രങ്ങളിലേക്ക് ദൈവം അവരെ വിട്ടുകളഞ്ഞെന്നും അതൊക്കെ പ്രവചന നിവൃത്തികളാണ്. എന്നാൽ അവർ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിച്ചു. 48 ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രം സ്ഥാപിച്ചു. ദൈവം അവർക്ക് കൊടുത്തതാണ്. നമ്മൾ അതിൻ്റെ പിറകെ കിടന്ന് വെറുതെ അടിയൊന്നും വാങ്ങിക്കൂട്ടണ്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്തുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ യുദ്ധവും നടക്കത്തില്ല. വിവരദോഷികളായ മനുഷ്യർ, അവിവേകികളായ മനുഷ്യർ, സുബോധം നഷ്ടപ്പെട്ട മനുഷ്യർ, യാഥാർത്ഥ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് ഇത്രയും കൊടിയ നാശങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതും ഒരു പ്രവചന നിവൃത്തിയായിട്ട് ഞാനതിനെ കാണുക. ഇനി ഞാൻ എന്നെ ഏൽപ്പിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 4:1. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനാണ്.
ചിന്തിക്കുക ദൈവമക്കളെ. ഇവിടെ ഞങ്ങൾ ഹിമാലയ പർവ്വതം പോലെയുള്ള അല്ലെങ്കിൽ എവറസ്റ്റ് കൊടിമുടി പോലെയുള്ള വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 5.5 വയസ്സുകാരൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എന്തിനാ കളിക്കുന്നേ? അവൻ ശിശുവായതുകൊണ്ടാണ്. എവറസ്റ്റ് കൊടുമുടി പോലെ ഉയരമുള്ള അല്ലെങ്കിൽ വലിപ്പമേറിയ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദൈവവചനത്തിലൂടെ പൊരുള് തിരിച്ച് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5.5 വയസ്സുകാരൻ ഇവിടെ കിടന്ന് കളിക്കുക, അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കിടന്ന് കളിക്കുക. പിന്നെ എന്തായാലും കൃപയാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാറില്ല, ഞാൻ പാണിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ശല്യപ്പെടുത്തരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് മനസ്സിലാക്കി അവൻ അത് ചെയ്യുന്നു. അതിലെനിക്ക് സന്തോഷം. ഇന്ന് ഇതുപോലെ ഈ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ആത്മീയ ശൈശവസ്ഥയിൽ കിടക്കാണ് ഇന്നത്തെ ആത്മീയ ഗോളം. യാതൊരു ബോധവുമില്ലാത്ത ഒരു കൂട്ടം വിശ്വാസ സമൂഹം. എന്താണ് അവരെ കുറിച്ച് പറയേണ്ടത്? എബ്രായ ലേഖനത്തിൽ അവരെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം വായിച്ചിട്ട് ഞാൻ ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 വാക്യം ഞാൻ വായിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ പ്രമാണമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായ ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തടക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. പൗലോസ് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു വരുമ്പോൾ ഏത് പുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗം അർപ്പിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഘനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തനിക്ക് മനസ്സിലായി എബ്രായ വിശ്വാസികൾ നല്ലൊരു ശതമാനം ശിശുക്കളാണ്. ഇന്നത്തെ ആത്മീയ കുളത്തിൽ നല്ലൊരു ശതമാനമല്ല, ബഹുഭൂരിപക്ഷവും 95% ശിശുക്കളാന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. അക്കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും. യാതൊരു സംശയമില്ല കാര്യം. കുരുടൻ കുരുടനെ വഴികാട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ശിശുക്കളെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. അങ്ങും ഇഞ്ഞും എത്താത്ത അവസ്ഥയിൽ പോകുമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയങ്ങളുടെ ഉള്ളറയിലേക്ക് കയറി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ഈ 4-ാം അധ്യായം ഇന്ന് തിരഞ്ഞെടുക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ചിന്ത വന്നത്, അബ്രഹാമിൻ്റെ 2 മക്കൾ, ഒന്ന് ദാസി പ്രസവിച്ചത് ഇസ്മയേൽ, ഹാഗാറിൻ്റെ സന്തതി. യഥാർത്ഥ ഭാര്യയായ സാറയിൽ ജനിച്ചത് ഇസഹാക്ക്. ഈ 2 സന്തതികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ ദൈവമക്കളെ? ലോകത്തെ മുൾമലയിൽ നിർത്തിയിരിക്കുന്നത് ഈ 2 കുഞ്ഞുങ്ങളുടെ സന്തതി പരമ്പരകൾ തമ്മിലുള്ള അടിയാണ്, യുദ്ധമാണ്. ഇത് വചനത്തിലൂടെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ വളരെ ഗഹനമായിട്ടല്ല, ഒരു ചെറിയൊരു അറിവിലേക്ക് വരാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം. ഞാനതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ധ്യാനിക്കുകയും ചെയ്തു. എനിക്ക് ഇത്ര കണ്ടങ്ങോട്ട് പറഞ്ഞു വയ്ക്കാനുള്ള അറിവോ കഴിവോ പ്രാപ്തിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ വിഷയത്തിൻ്റെ ഗഹനമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും സുബോധവും തിരിച്ചറിവും വചനജ്ഞാനവും തന്നെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പ്രഘോഷണത്തിനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ശൈശവാവസ്ഥയിൽ കിടന്നാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഗഹനമായ വിഷയം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരു 5.5 വയസ്സുകാരൻ ഇവിടെ കിടന്ന് കളിക്കുന്നു. കാരണം അവൻ ഇതൊന്നൊരു വിഷയമല്ല, അവൻ ശിശുവാണ്. അതുപോലെയാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനവും ശൈശവാവസ്ഥയിൽ കിടക്കുക. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചേ. ശൈശവാവസ്ഥയെക്കുറിച്ചുള്ള 1-2 ഭാഗങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ആത്മീയരുടെ എന്ന പോലെയല്ല, ജഡീകന്മാരുടെ എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ എന്ന പോലെ അത്രേ
സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് നിങ്ങളുടെ ആത്മീയരുടെ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തുവിൽ ശിശുക്കൾ. ശിശു ആരാണ്? അപ്പോൾ ശിശു ആരാണ്? ജഡീകൻ, ജഡത്താൽ നടത്തപ്പെടുന്നവൻ, തോന്നിയ പോലെ ജീവിക്കുന്നവൻ, വ്യവസ്ഥയില്ല, പ്രമാണമില്ല, ഉപദേശമില്ല. ഇന്ന് അങ്ങനെയല്ലേ വിശ്വാസികൾ? നല്ലൊരു പങ്ക്. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്ന ആരും ചിന്തിക്കരുത്. എല്ലാവരെയും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ബഹുഭൂരിപക്ഷം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. കാരണം ഈ പോക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അടുത്ത വാക്യം, ഭക്ഷണമല്ല. അപ്പൊ ദൈവവചനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാല് പോലുള്ള കാര്യങ്ങൾ, ജനിച്ചു വിടുന്ന കുഞ്ഞിന് കൊടുക്കുന്ന പാല് പോലെ ചെറിയ ഉപദേശങ്ങൾ, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ. അടുത്ത, ഭക്ഷിപ്പാൻ കഴിവായിട്ടില്ല. ഇന്നും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. മലയോടെ നിൽക്കട്ടെ, ജഡീകന്മാരല്ലോ. ഇന്നും ജഡീകന്മാരാ വിശ്വാസികൾ. നല്ലൊരു ശതമാനം ജഡീകന്മാരാ. വിദേശയാത്ര കഴിഞ്ഞ് വന്ന പാസ്റ്റർ വിദേശയാത്രയെക്കുറിച്ചുള്ള മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മുണ്ണകളായ വിശ്വാസികൾ. അതങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല. അതിലൊരുത്തൻ ശകലം വെളിവുള്ളവൻ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ പാസ്റ്റർ അമേരിക്കയിൽ പോയിട്ട് വന്ന് വിദേശയാത്ര അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ട്. എന്നോട് ചോദിച്ചാൽ എന്താ അങ്ങനെ? നീ എഴുന്നേറ്റൊരു വാക്ക് പറയണം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം, പാസ്റ്ററിൻ്റെ അമേരിക്ക പോയതിൻ്റെ വിശദ വിവരങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ, അത് കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ പാസ്റ്ററും പാസ്റ്ററിൻ്റെ ഭാര്യയും മക്കളും കൂടി ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചിയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞാൽ മതി. ഞങ്ങളോട് ശുദ്ധമായ ദൈവവചനം പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ പാസ്റ്റർ അവിടെ ആ വിഷയത്തിൽ മാനസാന്തരപ്പെടും. പറയാൻ ആരുമില്ല ഇവിടെ. ഒരു പാസ്റ്റർ കാണിക്കുന്ന ഏത് കോനാമ്പിച്ചയും അത് തെറ്റാണെങ്കിൽ വചനത്തിലൂടെ തെറ്റുതിരുത്താൻ ആർജവമുള്ള വിശ്വാസികളോ ശുശ്രൂഷകന്മാരോ ഇല്ലാത്തോളത്തോളം കാലം ഒരു കൂട്ടായ്മയും രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാം നശിച്ച് നാമാവിശേഷമായി പോകും. യാക്കോബ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, നാം പലതിലും തെറ്റിപ്പോകുന്നു. പത്രോസ് തെറ്റിയപ്പോൾ, ഗലാത്യ ലേഖനത്തിൽ തെറ്റിയപ്പോൾ പൗലോസ് അവനെ തിരുത്തി. നീ ജാതികളോട് കൂടി തിന്നു കുടിച്ച് നടന്നിട്ട്, നീ യഹൂദനായി നീ ജാതികളോട് തിന്നു കുടിച്ച് നടന്നിട്ട് ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ കപടഭക്തിയാ. നിന്റെ കപടഭക്തി കൊണ്ട് ഭരണവാസം തെറ്റിപ്പോയിട്ടൊന്നും ശാസിക്കുന്നുണ്ട് അവിടെ. പത്രോസ് അവിടെ മടങ്ങി വരുന്നു. അങ്ങനെ ആർജവമുള്ള പൗലോസിനെ പോലുള്ള ശൂഷന്മാർ ഇല്ലാത്തിടത്തോളം കാലം ഇവരൊരിക്കലും നന്നാകത്തില്ല. അവർ ചെയ്യുന്നതും അവർ കാണിക്കുന്നതും അവർ പറയുന്നതും അവരുടെ കോനാമ്പിച്ചുകളെല്ലാം വചനവ്യവസ്ഥ പ്രകാരമാണെന്ന് ഈ മൊണ്ണവിശ്വാസികൾ കേട്ടിട്ട് അവർ മുമ്പോട്ട് പോകും. രണ്ടു കൂട്ടരും നശിച്ച് നരകാഗ്നിയിലേക്ക് പോകാനിടയായിത്തീരും. ഇത് പറഞ്ഞില്ലെങ്കിൽ നാളൊരു കാലത്ത് ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയാൽ സത്യം തുറന്നു പറയാതെ പോകുന്നൊരു വകുപ്പിൽപ്പെട്ടവനായിത്തീരും. അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായിത്തീരുന്നത്. ദൈവമക്കളെ,